രാജ്യതന്ത്രം. ഇന്ത്യ പാകിസ്ഥാനോട് മുട്ടിയപ്പോൾ പാകിസ്ഥാനെ പിന്തുണച്ചത് തുർക്കിയും അസർബൈജാനും. ഇന്ത്യയെ പിന്തുണച്ചത് ഇസ്രായേൽ. ഇസ്രായേലിന് എണ്ണ നൽകുന്നത് അസർബൈജാൻ. വെടിക്കോപ്പ് നിർമ്മാണത്തിനുള്ള ഉരുക്ക് നൽകുന്നത് തുർക്കി. ഇന്ത്യയുടെ വജ്രായുധമായ ബ്രഹ്മോസിന് സാങ്കേതിക സഹായം ചെയ്തത് റഷ്യ. വ്യോമ പ്രതിരോധ സംവിധാനം തന്നതും റഷ്യ. റഷ്യക്കൊരു പ്രശ്നം വന്നപ്പോ സഹായിച്ചതോ ഇറാൻ. ഇറാന്റെ ശത്രു ആരാ? ഇസ്രായേൽ. റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഉക്രൈന് പാട്രിയറ്റ് മിസൈൽ കൊടുത്തത് ഇസ്രായേൽ. ഇസ്രായേലിനെതിരെ തൊടുക്കാൻ ഇറാന് ബ്രഹ്മോസിന്റെ വല്യേട്ടനായ സിർക്കോൺ മിസൈൽ കൊടുക്കുന്നത് റഷ്യ. ഇന്ത്യയുടെ ഫ്രണ്ട് അമേരിക്ക. അമേരിക്കയിലെ സൈനികാഭ്യാസ പരിപാടിയിലെ മുഖ്യ അതിഥിയോ പാക് സൈനിക മേധാവി. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് മധ്യസ്ഥം നിൽക്കുന്നത് ഖത്തർ. ഖത്തറുമായി ആയുധ കരാർ ഉണ്ടാക്കുന്നത് ഇസ്രായേൽ. ഇസ്രായേലുമായി കരാറില്ല എന്ന് പറയുന്നതോ സൗദി. സൗദി ചെമ്പട്ട് വിരിച്ച് സ്വീകരിക്കുന്നതാരാ? അമേരിക്കയെ. ആവോളം ആയുധവും പണവും കൊടുത്ത് ഇസ്രായേലിനെ കാത്തുപോരുന്നതാരാ? അമേരിക്ക. അമേരിക്കയുടെ ശത്രുക്കൾ താലിബാൻ, ഐസിസ്, അൽ-ഖ്വയ്ദ. ഇസ്രായേലിന്റെ ശത്രു സിറിയ. സിറിയയിലെ അസദിനെ തുരത്തുന്നതോ ഐസിസ്. ഐസിസിന് ആയുധം കൊടുക്കുന്നതാരാ? തുർക്കി. തുർക്കി ഇന്ത്യയുടെ ശത്രു. നമ്മളെ ചൊറിഞ്ഞ പാക്കികളെ സഹായിച്ചവർ തുർക്കി. റഷ്യയും ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ നമ്മൾ ഉക്രൈനൊപ്പം. ഉക്രൈന് ഡ്രോൺ കൊടുത്തത് തുർക്കി. പറഞ്ഞു വരുമ്പോൾ ശരിയാകുന്നില്ലല്ലേ? വേറൊരു മട്ടിൽ എഴുതി നോക്കാം. അതായത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്ന ഇസ്രായേലിനെ ചൊറിയുന്ന ഇറാന് സഹായം ചെയ്യുന്നത് റഷ്യ. നമുക്ക് സഹായം തരുന്നവർ റഷ്യ. റഷ്യയുടെ ശത്രുവായ ഉക്രൈന് ആയുധം നൽകുന്നത് തുർക്കിയാണ്. ഇന്ത്യയുടെ ശത്രുവെങ്കിലും മിത്രമായ ഉക്രൈന് ആയുധം നൽകുന്ന ഇസ്രായേലിനെ അടിക്കാൻ ഇറാന് വടി കൊടുക്കുന്നത് റഷ്യ. ഇറാനാണ് നമുക്ക് എണ്ണയും വാതകവും തരുന്നതെങ്കിലും അവരെ തകർക്കാൻ നോക്കുന്ന ഇസ്രായേലാണ് നമ്മുടെ മിത്രം. ഇപ്പൊ വട്ടമൊത്തോ? ഇല്ല അല്ലെ? എന്നാൽ ഇതുകൂടി പിടിച്ചോ. ഇന്ത്യയെ വെട്ടാൻ പൈസ ഇല്ലാതെ വലഞ്ഞ പാക്കികൾക്ക് വായ്പ കൊടുത്തത് IMF. IMFന്റെ മൂത്താപ്പ അമേരിക്ക. അവിടെ പാക്കിന് വേണ്ടി വോട്ട് ചെയ്തത് ഇസ്രായേൽ. ഇതിൽ പ്രതിഷേധിച്ച് പാക്ക് വെട്ടിയെ നമ്മൾ ശ്രീ വെട്ടിയാക്കി. ശുഭം. ഒരു